ഇടത് സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമം ജനങ്ങളെ വിഡ്ഢികളാക്കാനെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സ്റ്റാലിനോ പിണറായിയോ അയ്യപ്പ ഭക്ത വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചാൽ ബി.ജെ.പി. തെരുവിൽ പ്രതിരോധിക്കും. രണ്ടുപേരും വർഷങ്ങളായി ശബരിമലയെയും അയ്യപ്പ ഭക്തരെയും ഹൈന്ദവ വിശ്വാസത്തെയും തകർക്കാനും അപമാനിക്കാനും നിരവധി നടപടികൾ ചെയ്തവരാണ്. ഇരുവരും ഹൈന്ദവ സമൂഹത്തോട് മാപ്പു പറഞ്ഞേ മതിയാകൂ എന്നും രാജീവ് ചന്ദ്രശേഖർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എസ് ശാലിനി ചേരുന്നു. ശാലിനി, പറയൂ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ അയ്യപ്പ മഹാസമ്മേളനം അല്ലെങ്കിൽ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഇടത് സർക്കാരും ദേവസ്വം ബോർഡും ഒരുങ്ങുകയാണ് പമ്പ മണൽത്തീരത്ത്. അപ്പോൾ അതിനു മുന്നോടിയായി എം.കെ. സ്റ്റാലിൻ അടക്കമുള്ളവരെ ക്ഷണിക്കാൻ കഴിഞ്ഞ ദിവസം ദേവസ്വം വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ തമിഴ്നാട്ടിലെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ചിത്രങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് വലിയ രീതിയിലുള്ള വിമർശനവുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രംഗത്തെത്തിയിട്ടുള്ളത്. സ്റ്റാലിനോ പിണറായിയോ അയ്യപ്പ ഭക്ത വിശ്വാസത്തെ ദുരുപയോഗം ചെയ്താൽ അത് ബി.ജെ.പി. തെരുവിൽ പ്രതികരിക്കും അല്ലെങ്കിൽ പ്രതിഷേധിക്കും എന്നുള്ളതാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. കൂടാതെ തന്നെ ബി.ജെ.പി. വലിയ രീതിയിൽ അയ്യപ്പ ഭക്തന്മാരെ രക്ഷിക്കാനും അല്ലെങ്കിൽ അവർക്കൊപ്പം നിലകൊള്ളുമ്പോൾ ഇടത് സർക്കാർ പല ഘട്ടങ്ങളിലും അയ്യപ്പ ഭക്തരെ അടിച്ചമർത്താൻ ശ്രമിച്ചവരാണ്. അതിന് കൂട്ടുനിന്നിട്ടുണ്ട് പല ഘട്ടങ്ങളിലും എം.കെ. സ്റ്റാലിൻ. അതുകൊണ്ട് തന്നെ ഇരുവരും ഹിന്ദു വിശ്വാസങ്ങളോടും ഒപ്പം തന്നെ അയ്യപ്പ ഭക്തരോടും മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എം.കെ. സ്റ്റാലിനും പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് രാജ്യമെമ്പാടുമുള്ള ബി.ജെ.പി. കാര്യകർത്താക്കളും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഹിന്ദുക്കളും നൽകുന്ന വ്യക്തമായ സന്ദേശമാണ് ഇതെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ രണ്ടുപേരും വർഷങ്ങളായി ശബരിമലയെയും അയ്യപ്പ ഭക്തരെയും ഹൈന്ദവ വിശ്വാസത്തെയും തകർക്കാനും അപമാനിക്കാനുമായി നിരവധി നടപടികൾ ചെയ്തവരാണ്. പിണറായി വിജയൻ നിരവധി അയ്യപ്പ ഭക്തരെ ജയിലിലടച്ചു, അവർക്കെതിരെ കേസെടുത്തു, പോലീസ് അതിക്രമം അഴിച്ചുവിട്ടു. ഇതിലെല്ലാം ശബരിമല ആചാരങ്ങളെയും ഒപ്പം തന്നെ അവിടെ നടന്നു വന്നിരുന്ന വിശ്വാസങ്ങളെയും ഒക്കെ ലംഘിക്കാനും കൂട്ടുനിന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഇരുവരും അയ്യപ്പ ഭക്തരോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അത് മാത്രമല്ല, സ്റ്റാലിനും അദ്ദേഹത്തിന്റെ ഒന്നിനും കൊള്ളാത്ത മകനും ഹിന്ദുക്കളെ ആവർത്തിച്ച് അപമാനിക്കുകയും ഹൈന്ദവ വിശ്വാസം ഒരു രോഗമാണെന്ന് പോലും പറഞ്ഞവരാണ്. അപ്പോൾ അത്തരക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം ഓരോ ഹിന്ദുവിന്റെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി മാസങ്ങൾ മാത്രമേ ദൂരെയുള്ളൂ ഈ ഒരു പരിപാടി സർക്കാർ തലത്തിൽ സംഘടിപ്പിക്കാൻ. തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് പ്രീണനം അല്ലെങ്കിൽ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഹിന്ദു വിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ പരിപാടിയിലൂടെ ഇടത് സർക്കാരും ഒപ്പം തന്നെ ദേവസ്വം ബോർഡും ചെയ്യുന്നത്. എന്തായാലും അതിനെതിരെയാണ് തുടക്കം മുതൽ തന്നെ ബി.ജെ.പി. ശക്തമായി പ്രതിഷേധിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വാർത്താക്കുറിപ്പ് കൂടിയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. രോഹിണി, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.